അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റഹ്മത്തുള്ളാ കാസിമി മുത്തേടം നമുക്കെല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. അദ്ദേഹം ഖുർആൻ പ്രഭാഷകനായിട്ടാണ് രംഗത്ത് വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടികവി മൂസ മുസ്ലിയാരുടെ നിര്യാണത്തിന് ശേഷം ഖണ്ഡന രംഗത്ത്, വാദപ്രതിവാദ രംഗത്തൊക്കെ അതേപോലെ തന്നെ മണ്ടമത്തൊപ്പിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടുവരുന്നത്. ശേഷം അയാൾ ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് ഖുർആൻ പ്രഭാഷണം നടത്തി. അങ്ങനെ കുറേ ആളുകൾക്ക് മുമ്പുണ്ടായപ്പോൾ മറുവശത്തുള്ള പണ്ഡിതന്മാരുടെ, അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്തുള്ള പണ്ഡിതന്മാരുടെ പച്ചമാംസം കലസിച്ച് കടിച്ച് തിന്നാനും പിന്നീട് നന്നായി തിന്നാനൊക്കെ തുടങ്ങി. അങ്ങനെ അയാൾ വലിയ നിലക്ക് ഇതായി. അത്യാവശ്യം ഖുർആനും ഹദീസൊക്കെ അറിയും, നല്ല പണ്ഡിതൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഇയാൾ വഹാബികളെയും മൗദൂദികളെയും കണ്ട ത്വരീഖത്തുകളെയും ഒക്കെ വിമർശിക്കപ്പെടുന്നതോടൊപ്പം ഇയാളിൽ തന്നെ നിഷിദ്ധമായ കുറേ ബിദ്അത്തുകളുണ്ട്. എല്ലാ ബിദ്അത്തിനെയും എതിർക്കുമ്പോൾ ഇയാളിൽ തന്നെ ഒരുപാട് ബിദ്അത്തുണ്ട്. ഇയാൾ പറഞ്ഞു, 26 വർഷക്കാലം ഞാനിപ്പോൾ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. അതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വെച്ചുകൊണ്ട് ഇയാൾ പറയുന്നതായ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പറയുകയാണെങ്കിൽ ഒരു 25 കൊല്ലം വിശദീകരിച്ച് കൊടുക്കേണ്ട രൂപത്തിലുള്ള പൊട്ടത്തരം ഇയാൾ പറയുന്നത്. മനസ്സിലാകണ്ടോ? മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ വിഡ്ഢിയാണ് എന്നുള്ള നിലക്കാണ് ഇയാൾ സംസാരിക്കുക. പൊട്ടന്മാരെ, വിഡ്ഢികളെ ഇങ്ങനെ തുടങ്ങിയിട്ടായിരിക്കും ഇയാൾ അറ്റൻഡ് ചെയ്യുക. എന്തൊരു കഷ്ടം! എന്നിട്ട് ഇയാൾ പറയുന്നതൊക്കെ വിഡ്ഢിത്തരം. ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കൊച്ചാക്കി, ബഹുമാനപ്പെട്ട മഹാന്മാരാകുന്ന അമ്പ്യാക്കന്മാരൊക്കെ പേരെടുത്ത് വിളിച്ചും തൻ്റെ അയൽവക്കത്തുള്ള ആളുകളെ വിളിക്കുന്നത് പോലെ ഇബ്രാഹിം എന്നും ഈസ എന്നും മൂസ എന്നൊക്കെ ഒരു തെർലിയത്ത് പോലും പറയാതെ, ഒരു അലൈഹിസ്സലാം എന്ന് പോലും പറയാതെ, യാതൊരു കഥയില്ലാതെ ഇയാൾ പറയുന്നത്. ബഹുമാനം എന്ന് പറഞ്ഞ സാധനം ഇയാളെ സംസാരത്തിൽ തന്നെ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ കുറേ പറയും, എന്നാലും ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെയാണ്. ഇയാളിൽ തന്നെ ഒരുപാട് ബിദ്അത്തുകളുണ്ട്. ആ നിലക്ക് അയാൾ സംസാരിക്കുക. കഅബ ഷരീഫിനെ പോലും അയാൾ വെറുതെ വിട്ടിട്ടില്ല. കഅബ ഷരീഫിൻ്റെ മഹത്വങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ച് മറ്റുള്ളവരെ മുമ്പിൽ വെറും കല്ലും മണ്ണും വരെ സമർപ്പിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്കും തിരിയുന്ന രൂപത്തിൽ. ഇപ്പം അടുത്ത കാലത്ത് ജൂതന്മാർ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വിഷാവതരിപ്പിച്ചത്. അത് ഒരുപാട് ആളുകൾ ട്രോൾ ചെയ്തിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഈ ആരോഗ്യ സംരക്ഷകളായ ആളുകൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ നിലക്ക് അവതരിപ്പിച്ചു എന്നാണ്. അപ്പോൾ കഅബയെ സംബന്ധിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ആര് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അല്ലേ? ഇയാളിങ്ങനെ പറയാറുണ്ട് പല വിഷയത്തിലും. ഇപ്പോൾ അടുത്ത കാലത്ത് ഇയാൾ പറയുന്നത്, ഞാൻ ചേകന്നൂരായി എന്ന് പറഞ്ഞു പോകുന്നു. നിങ്ങൾ ചേകന്നൂരാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ വഹാബിയാണ് എന്നും മൗദൂദിയാണെന്നും പറയുന്നത്. കാരണം നിങ്ങൾ വഹാബികൾക്കെതിരെയും മൗദൂദികൾക്കെതിരെയും ശക്തമായി പറയാറുണ്ട്. അതൊക്കെ നമ്മളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും നമ്മളതിന് സപ്പോർട്ട് ചെയ്യും. ചീത്തായ കാര്യങ്ങളാകുമ്പോൾ അത് ചീത്തയാണ്, തെറ്റാണെന്ന് പറഞ്ഞില്ലാതെ നിവർത്തില്ലല്ലോ. അപ്പോൾ നിങ്ങളാ പറഞ്ഞതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാം കൂടി സപ്പോർട്ട് ചെയ്യാനും പറ്റൂല. കാരണം നിങ്ങളിപ്പോൾ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ അവഹേളിച്ചുകൊണ്ടും ഇമാം ബുഖാരി തങ്ങൾക്ക് തെറ്റുപറ്റുമെന്നും ഇമാമന്മാരായ ഇമാം ഷാഫി അടക്കമുള്ള റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾക്കും മുൻഗാമികൾക്കൊക്കെ തെറ്റുപറ്റുമെന്നും, എന്തുകൊണ്ട് അവർ മഅ്സൂമിങ്ങളല്ല, അവർ അമ്പ്യാക്കന്മാരല്ല എന്നാണ് നിങ്ങൾ ദുർന്യായം പറഞ്ഞത്. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മാപ്പ് പറഞ്ഞും ചെയ്തു. മാപ്പ് പറയുക എന്നത് നിങ്ങളെ പുതിയ സംഭവമൊന്നുമല്ല. ഒന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം നിങ്ങൾ മാപ്പ് പറയും, തിരുത്തും. പറയുമ്പോൾ വലിയ ആധികാരികമായിട്ടായിരുന്നു പറയാം. 2 ദിവസം കഴിഞ്ഞാൽ ആധികാരികമാണ് പോകും. അത് നിങ്ങളൊരു പ്രത്യേകതയാണ്. റഹ്മത്തുത ഇത് വെറുതെ പറയുകയല്ല, ആധികാരികമായി പറയുന്നു, പഠിച്ചറിഞ്ഞ് പറയുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ആ പഠിച്ചറിഞ്ഞ് ആധികാരികതയ്ക്കെതിരെ നേരെ ഒതുക്കുങ്ങലും നൗഷാദും കുരുവട്ടൂരുകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് നിങ്ങളെ മാപ്പപേക്ഷ. എങ്ങനെയുണ്ട്? ഈ രൂപത്തിലാണ് കാര്യങ്ങളെ മുന്നോട്ടുള്ള പോക്ക്. ചേകന്നൂരെല്ലാം നിങ്ങളെപ്പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചേകന്നൂരും കാട്ടി 2 മോളെ മുമ്പിൽ എന്ന് പറയേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇമാം ബുഖാരി തങ്ങളെ സംബന്ധിച്ചും
അബൂ ഹുറൈറ തങ്ങളെ സംബന്ധിച്ചും ചേകന്നൂർ എന്താണോ ഉന്നയിച്ചത് അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് മലർന്നിടന്ന് ആലോചിക്കുമ്പോൾ നെഞ്ഞൊക്കെ ഇങ്ങനെ തടവിന്ന് ആലോചിച്ച് നോക്കി. ചേകന്നൂർ പറഞ്ഞ അതേ വാക്കൊക്കെ തന്നെ നിങ്ങളും പറഞ്ഞിട്ടുള്ളത്. ചേകന്നൂർ നിങ്ങളും ഒരേപോലെ ചിന്തിക്കുന്ന രൂപത്തിലാണ് ബുഖാരി തങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഒരു ബുഖാരി തങ്ങളെ മാത്രമല്ല, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായമായി ബന്ധപ്പെട്ടും നിങ്ങളിൽ നിന്ന് ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു പണ്ഡിതനായിട്ടും പ്രഭാഷകനായിട്ടും ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയിട്ടും നിങ്ങളിൽ നിന്ന് ഇജാദയൊക്കെ വരാണ്ടായ കാരണം സാധുവായ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിൻ്റെ ഗുരുത്തക്കേടാണെന്നാണ്. അങ്ങനെ മനസ്സിലാണ്. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ പഴയകാല പ്രഭാഷണങ്ങളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിനെ കടിച്ചു കയറുകയും ആ ഒരു വിഭാഗം പണ്ഡിതന്മാരെ സമൂഹത്തിൽ അവഹേളിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സംസാരം കേട്ട് ആ പൊട്ടത്തനം കേട്ടിട്ട് അങ്ങനെ ജീവൻ പോയ എത്രയോ മുഅ്മിനീങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അവരൊക്കെ മനസ്സിലാക്കി വെച്ചത് നിങ്ങളാ തൊള്ളിൽ കൂടെ പറഞ്ഞതാണ് ശരി, കോളാമ്പിയാണ് ശരി എന്ന് മനസ്സിലാക്കി പോയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ആ എഫക്റ്റാണ് നിങ്ങൾക്ക് ബാധിച്ചു. നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും, കോപ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? ചില ആൾക്കാർക്കൊന്നും നമ്മൾ മറുപടി പറയുന്നില്ല എന്ന്. നിങ്ങൾ ഇപ്പം പറയുന്നില്ല, നിങ്ങൾ ഉള്ള കാലത്ത് മുമ്പിൽ നല്ലൊരു ഗ്രൗണ്ടും കൈയടിക്കാൻ ആളുള്ള സമയത്ത് നിങ്ങൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ച് ബൽആമു ബിൻ ബൗറ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൽബ് എന്നുള്ള വാക്ക് വരെ ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിൽ, അല്ലേ? അത്രത്തോളം നിങ്ങൾ അതപ്പതിച്ച സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിനെ സംബന്ധിച്ച് സുൽത്താനുൽ ഉലമ എന്നായത് കുട്ടികൾ പാട്ട് പാടിയപ്പോൾ ആ പാട്ട് അങ്ങനെ തന്നെ ആവർത്തിച്ചിട്ട് സുൽത്താനുൽ ഉലമ എന്നല്ല, നിങ്ങൾ അതിൻ്റെ സ്പെല്ലിങ് മാറ്റിയിട്ട് പറഞ്ഞില്ലേ? നിങ്ങൾ അത്രത്തോളം മതപ്പതിച്ച് നിങ്ങളുടെ കഴിഞ്ഞു പോയ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും മൊത്തവും പറഞ്ഞു തീർക്കും മാത്രം നിങ്ങൾ ആ ബഹുമാനപ്പെട്ട വന്യ വയോധികൻ്റെ പച്ചമാംസം കഴിച്ചതിൻ്റെ ആ തിക്തമായ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കാലം കണക്ക് പറയാതെ കടന്നു പോവുകയില്ല. ആ കണക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെ ആറ്റുവറ്റി കൊണ്ടിറങ്ങിയ ആൾക്കാരൊക്കെ നിങ്ങളെ പുറങ്കാട് കൊണ്ട് തട്ടുകയാണ്. യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറിയ ചെറിയ നിങ്ങളെ മുമ്പിൽ ഇരുന്ന് കണ്ട് തലകീപ്പട്ടാക്കിയിരുന്ന് നിങ്ങളെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ ആദരവോടുകൂടി കേട്ടിരുന്ന കുട്ടികളടക്കം ഇപ്പം നിങ്ങൾക്ക് മറുപടിയേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉദവികളടക്കം. നിങ്ങളെ ഇടത്തെ ഭാഗത്തിരുന്ന് പൊട്ടി പൊട്ടി ചിരിച്ചിരുന്ന കുറ്റിക്കാട്ടൂർ കുട്ടി ഹസന്താരിമി നിങ്ങൾക്കെതിരെ നാൾ പച്ചക്ക് ഒലുമ്പിയിരുന്നു. നിങ്ങളെ സനതടക്കം, ഹാസിമി സനതടക്കം അയാളെ വിഹളിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെ പച്ചമാംസങ്ങൾ കടിച്ചു തിന്നതിൻ്റെ ചിത്താനുഭവമാണ്, അവിടുത്തെ കുരുത്തക്കേടാണെന്നുള്ളതാണ്. മനസ്സിലാകണ്ടോ? നിങ്ങൾ മാപ്പ് പറഞ്ഞപ്പോൾ തന്നെ ഷെയ്ഖുന പറഞ്ഞ എന്താ? നിങ്ങൾ പറഞ്ഞതിനും പറയാനിരിക്കുന്നതിനും ഞാൻ മാപ്പ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് തൽക്കാലം ഒരു കാക്കച്ചി തോപയാണ് നിങ്ങൾ ഇനിയും പറയുന്നുള്ള. അത് ഉറപ്പന്നല്ലേ? ഈ അടുത്ത കാലത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പറഞ്ഞത്? ഈ ബഹുസ്വര രാജ്യത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ദുആകളും പ്രാർത്ഥനകളൊക്കെ അത് മാറ്റണം. അതാണ് ശരി. അങ്ങനെ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കേണ്ട, അങ്ങനെ പ്രാർത്ഥന നിർബന്ധമൊന്നുമില്ലാതെ ഒരു പണ്ഡിതൻ പറഞ്ഞപ്പോൾ ആ പണ്ഡിതനെതിരെ കേസ് കൊടുക്കണമെന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? തലച്ചോറില്ലാതെ സത്യത്തിൽ കേസ് കൊടുക്കലപ്പോഴാണ് അത് പ്രശ്നമല്ല. നിങ്ങൾ അങ്ങനെ ദ്വാരക്കണം, മറ്റുള്ളവരെ പ്രകോപിക്കണം എന്ന് പറയുമ്പോഴല്ലേ കേസ് കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? അങ്ങനത്തെ സ്നേഹത്തിനും ഐക്യത്തിനും ജീവിക്കുന്ന ബഹുസ്വര രാജ്യത്തിൽ അങ്ങനത്തെ പ്രഭാഷണം മാറ്റണം എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ രൂപത്തിലൊക്കെ തലതിരിഞ്ഞ് നിങ്ങൾ ഓടാണ്ടായ കാരണം എന്താണ് എന്നും കൂടി നിങ്ങൾ ഒഴിവ് കിട്ടുന്ന നേരത്തൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ നിങ്ങളോടുള്ള വെറുപ്പോണ്ട് കൂടി പറഞ്ഞതല്ല. ഖാസിമിയെയും ഖാസിമിയുടെ പിന്നെ അപാലവൃത്തം വരുന്ന അനുയായികളെയും നമുക്ക് ഒരു നിലക്കും വെറുപ്പില്ല. നമുക്ക് ആരോടും വ്യക്തിപരമായ വിരോധമില്ല, ആരോടും വ്യക്തിപരമായുള്ള ദേഷ്യമല്ല. നമുക്ക് ആശയത്തെ മാത്രമാണ്. ഇയാൾ ആ പറഞ്ഞതായ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല, അത്രേ ഉള്ളൂ. ആശയത്തെ ആശയം കൊണ്ട് എതിർക്കുന്നു. മനസ്സിലാകണ്ടോ? ഇനി നാളെ അതിൻ്റെ അടിയിൽ നിന്നാണ് പൊങ്കാലിട്ടിട്ട് ഒരു കാര്യമില്ല.